ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യമേഖലയിലടക്കം നിരവധി ആരോപണങ്ങൾ വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അടുത്ത ഭരണത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. പക്ഷേ കോൺഗ്രസിൽ ചില ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചില പ്രശ്നങ്ങൾ, വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും കോൺഗ്രസിനൊരു അനുകൂല സന്ദർഭം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇനിയിപ്പോൾ ഓണം വാരാഘോഷത്തിനൊക്കെ വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു ദൂരത്തിലേക്കും കടക്കുകയാണ് സർക്കാർ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ വിലയിരുത്താം? കേരളത്തിൻ്റെ സമകാലിക കേരളം സമസ്ത മേഖലയിലും വളരെയധികം പരാജയമാണ് ഈ സർക്കാർ, LDF സർക്കാർ. ഇനിയൊരു ഭരണത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് തന്നെ അത് ഒരു ജനങ്ങളോടുള്ള ദ്രോഹമായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, അഴിമതി, അതുപോലെ സ്വജനപക്ഷപാതം, അരാജകത്വം, അങ്ങനെ നിരവധി അനവധി ഓരോ മേഖല എടുത്തു, ആരോഗ്യ മേഖലയാവട്ടെ മറ്റ് ഏത് മേഖല എടുത്തു കഴിഞ്ഞാൽ പോലും എല്ലായിടത്തും സമസ്ത മേഖലയിലും പരാജയമുള്ളൊരു സർക്കാർ. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇനിയൊരു ടൈം കടന്നു വരാൻ യാതൊരു സാധ്യതയുമില്ല. UDF ആകട്ടെ ഒറ്റക്കെട്ടായിട്ട്, പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ പുതിയ KPCC പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു എല്ലാം തികഞ്ഞ ഒരു ടീമുണ്ട്. അപ്പോൾ ആദ്യം പരാമർശിച്ച പോലെ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തർക്കങ്ങളൊന്നുമില്ല. പാർട്ടി തീരുമാനിക്കുന്നതാണ്, ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ് അവസാന വാക്കെന്നുള്ള രീതിയിൽ വളരെ നല്ല യൂണിറ്റിയോടെ ആണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒത്തൊരുമ ഞങ്ങളുടെ വിജയത്തിന് എല്ലാവിധ മുന്നൊരുക്കങ്ങളും ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഇതാണ് നിലമ്പൂർ ഇലക്ഷൻ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കണ്ട ഒരു വിജയം. സർക്കാരിൻ്റെ പരാജയം അത് തീർച്ചയായിട്ടും ഓരോ മേഖല പരിശോധിച്ച് കഴിഞ്ഞാലും വളരെ വലിയ പരാജയമാണ്. ഓരോ മേഖലകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി വീണ ജോർജ് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഈ വാർത്ത ഉൾപ്പെടെ ഒന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരു നല്ലൊരു സർക്കാർ ഡോക്ടറെ വല്ലാതെ ഹരാസ് ചെയ്ത് അദ്ദേഹത്തെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അവരുടെ പരാജയങ്ങളെല്ലാം മറ്റെന്തിനിലേക്ക് തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലാണ്. ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മരുന്നില്ല, രോഗികൾക്ക് കിടക്കാൻ കെട്ടിടങ്ങൾ പൊളിഞ്ഞു ചാടുന്നു, അങ്ങനെ നിരവധി എല്ലാ തരത്തിലും ഒരു ദുരന്തം തന്നെയാണ്. അതുപോലെ തന്നെ ഓണം വരുന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണ്. വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത തലത്തിലേക്കായി. ഇവിടെ വലിയ ഒരു സംവിധാനമുണ്ട്, അതൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ വേണമെങ്കിൽ അതൊന്നും ചെയ്യാതെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മാവേലി സ്റ്റോറുകളിൽ ഓണം വന്നിട്ട് പോലും സാധനങ്ങളില്ലാത്ത അവസ്ഥയുണ്ട്. വില നിലവാരം വളരെയധികം കൂടുതലാണ്. അതനുസരിച്ച് ബദൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ട സർക്കാർ ഓണം വന്നിട്ടും ഇതിപ്പോൾ കാണം വിട്ട് ഓണം ഉണ്ണണം എന്ന് പറയുന്ന മലയാളിക്കൊരു ഓണം വളരെ വലിയൊരു ആവശ്യമാണ്. അതല്ലെങ്കിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്, ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവം. അപ്പോൾ അതിന് പോലും സർക്കാർ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് തീർത്തും ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, മറ്റൊന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് VD സതീശൻ ഒരു നിലപാടെടുത്തു അൻവറിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ അതിൽ VD സതീശൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗം വിജയിക്കുകയും ചെയ്തു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, അൻവർ വോട്ട് പിടിച്ചെങ്കിൽ പോലും. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അടി അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ശശി തരൂർ പോലും അദ്ദേഹം ഒരു സർവേ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് സർവേയിൽ വന്നിരിക്കുന്നുവെന്ന് ശശി തരൂർ പറയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലാകട്ടെ അവിടെ നിന്നുള്ള AICCയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാകാമെന്നുള്ളൊരു മോഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടിയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ഇത്തരം രീതികൾ കോൺഗ്രസിനെ പിന്നോട്ടടിക്കില്ലേ? ഈ ചോദ്യം വളരെ അതിശയോക്തിയുണ്ട്. എന്നാൽ ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കാൻ പാകത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ മഹാന്മാരെ അല്ലെങ്കിൽ നല്ല കഴിവുള്ള പരിണിതപ്രജ്ഞരായ ഏബിളായിട്ടുള്ള കലിബറുള്ള നല്ല മിടുക്കരായിട്ടുള്ള നേതാക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചാനലുകൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തർക്കമുണ്ടോ എന്ന് തോന്നുന്നത്. കാരണം ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ
ഞങ്ങൾ ഒരാളല്ലെങ്കിൽ മറ്റൊരാളോട് റെഡിയാണ്, തയ്യാറാണ്. എല്ലാവരും നല്ല നല്ല കഴിവുള്ള, വർഷങ്ങളായി ഈ മേഖലയിലുള്ള പരിണിതപ്രജ്ഞരും നല്ല ഭൂരിപക്ഷത്തോട് വിജയിച്ചു വന്നിരിക്കുന്നവരാ. എന്നാൽ LDF-നാകട്ടെ ആകെ ഒരു പിണറായിയെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് കഴിഞ്ഞ് മറ്റാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മീഡിയയ്ക്കോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അതിനൊരു പറയാനൊരു പേരില്ലാത്തൊരവസ്ഥ. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ മോദിയെ എടുത്ത് പരിശോധിച്ചാലും പിണറായി എടുത്ത് പരിശോധിച്ചാലും അതൊരു അവസാന വാക്കാണ്. അവർ പറയുന്നതിനപ്പുറം മറ്റാരും ചലിക്കില്ല. അതുപോലെ കോൺഗ്രസിലൊരു നേതാവ് ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. നമുക്കറിയാം 2011 തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റുകൾ 72 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസിനെ 5 വർഷക്കാലം ഭരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൽ നേതാക്കളില്ലെന്ന് പറയുന്നില്ല, യുവ നേതാക്കളൊക്കെ ഒരുപാട് പേര് വളർന്നു വരുന്നുണ്ട്, നല്ല കഴിവുള്ളവരുണ്ട്, നല്ല പ്രാപ്തിയുള്ളവരുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയെ പോലെ അല്ലെങ്കിൽ കെ കരുണാകരനെ പോലെ AK ആന്റണിയെ പോലെ പറയാനൊരു ശക്തനായ നേതൃത്വമില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുകയാണ്. അതാണ് ഈ പിണറായിയുടെ കാര്യത്തിലും നമ്മൾ മാഡം പറഞ്ഞതുപോലെ. അപ്പോൾ അത്തരത്തിലൊരു നേതാവിൻ്റെ അഭാവം കോൺഗ്രസിലുണ്ട്. അത് നമുക്ക് കേരള പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. അത് തെറ്റായൊരു ധാരണയാണ്. ഒരു സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഇവിടുത്തെ സർക്കാർ രൂപീകരിക്കുന്നതിന് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ജനപ്രതിനിധി ആയി വരുന്നവർ വോട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അവരുടെ തീരുമാനപ്രകാരമായിരിക്കും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ കൂട്ടായ തീരുമാനത്തോട് അതുപോലെ തീർച്ചയായിട്ടും ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ടാകണം. വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അവസാന വാക്കാണ്. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി വളരെ ഒരു ഞാനിന്മേൽ കളി പോലെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതും കൃത്യമായി കൊണ്ടുപോയത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആ യൂണിറ്റി തന്നെയാണ്. അത് ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിനു മുമ്പ് മീഡിയ ആയിട്ട് മറ്റുള്ളവരായിട്ട് പറയും. ഇതിൽ നിങ്ങൾക്കങ്ങനെ തോന്നാൻ കാരണം, മീഡിയയ്ക്ക് തോന്നാൻ കാരണം ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങൾ അഭിപ്രായം പറയും. കാരണം പരിണിതപ്രജ്ഞനായ R. ശങ്കറിൻ്റെ അടുത്ത് മുടിക്കറുപ്പിക്കൽ നിർത്തി വീട്ടിൽ പോയിരിക്കുന്നു പറഞ്ഞ ചെറുപ്പക്കാരുണ്ടായിരുന്ന പാർട്ടി. അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു എന്ന് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു നേതാക്കളുള്ള പാർട്ടി. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ പാർട്ടിയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന പ്രമേയം അത് പരാജയപ്പെടുത്തിയ പാർട്ടിയാണ്. അതായത് ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ്. അതുപോലെ വിശാലമായ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏറ്റവും വലിയ മുത്തശ്ശി പാർട്ടി, ഏറ്റവും പ്രായം കൂടിയ അതല്ലെങ്കിൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ഒരു മുത്തശ്ശി പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ പാർട്ടിക്ക് അതിൻ്റേതായ ഐഡിയോളജി ഉണ്ട്, വിചാരധാര, അതിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. കൃത്യമായ അഭിപ്രായ സ്വാതന്ത്ര്യം അന്നും ഇന്നും ഇന്നത്തെ യുവതലമുറയിലെ കുട്ടികൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിലും KSUള്ള കുട്ടികളൊക്കെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായി എല്ലാവർക്കും അഭിപ്രായമുള്ളവരാണ്. കൃത്യമായി അത് പറയും. പക്ഷെ അത് എവിടെ പറയണം എന്നുള്ളതിനെ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ സഞ്ചരിച്ച ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ കേരളത്തിൽ അടുത്ത ഭരണം UDF തന്നെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും, ഒരു സംശയവും വേണ്ട. കാരണം ഈ സർക്കാരിനെ LDF സർക്കാരിനെ മടുത്ത് ഇറക്കി വിടാൻ ഒരുപക്ഷെ ആദ്യം തയ്യാറായിട്ട് നിൽക്കുന്നത് ഇവർ തന്നെയായിരിക്കണം, LDFൻ്റെ. കാരണം ഈ പാർട്ടി നശിച്ചു പോകരുത്, ഇന്ത്യയിൽ നാമാവിശേഷമായി പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന വളരെ എൻ്റെ അടുത്ത് വളരെ സഖാക്കളുണ്ട്. അപ്പോൾ ബംഗാളിലെ പോലെ ഇത് ഇല്ലാതെയാകാതിരിക്കാൻ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പിണറായി വിജയന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾക്ക് ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ LDFലെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനേക്കാൾ ഉപരി UDF ഓരോന്ന് കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന തറക്കല്ലിടുന്നതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എടുത്ത് പറയുന്നതിന് വേണ്ടി ഏത് പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നു? ഞങ്ങൾക്ക് അക്കമിട്ട് 1, 2, 3 എന്നിങ്ങനെ അക്കമിട്ട് പറയാൻ അനവധി പദ്ധതികളും കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഈ സർക്കാരിന് ഏത് പദ്ധതിയുണ്ട് എടുത്തു പറയാൻ? പഴയ വീഞ്ഞ പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന തരത്തിൽ അവിടെ ഇവിടെയും ഉദ്ഘാടനം വരുമ്പോൾ അത് ഉദ്ഘാടിക്കുന്ന കല്ലിട്ട് പദ്ധതികൾ തയ്യാറാക്കി, പ്രോജക്റ്റ് തയ്യാറാക്കി, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വിഴിഞ്ഞം എയർപോർട്ട് ഉൾപ്പെടെ അനവധി കാര്യങ്ങളുണ്ട്, പലതുമുണ്ട് പറയാനാണെങ്കിൽ. അപ്പോൾ അവസാന നിമിഷം ഉദ്ഘാടനത്തിൽ നാട മുറിക്കാൻ വന്നിട്ട് അത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്ന് പറയുന്ന LDFൻ്റെ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്.